ലായ്ക്കിന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടാണ് ഇന്നത്തെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയേക്കുന്നത്. ഇന്നിപ്പോൾ കുറച്ച് പരിപാടികളുണ്ട്, ഒന്ന് പുറത്ത് പോകണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ഹോസ്പിറ്റലിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്, പക്ഷെ ഡോക്ടർ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ എൻ്റെ ഫ്രണ്ട് കൂടിയിട്ടാണ് പോണതെന്ന്. അപ്പോൾ അവൾക്ക് കടയിൽ എന്തോ കയറാനുണ്ടായിരുന്നു. അങ്ങനെ കടയിൽ കയറി അവൾക്ക് എന്തോ നമ്മുടെ ഓട്ടുപാറയിലുള്ള ഹാപ്പിയിൽ കണ്ട് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് അവിടുന്ന് തിരിച്ചിറങ്ങി. പിന്നെ ഞങ്ങൾ പോയത് എനിക്ക് ചെരുപ്പ് മേടിക്കാനായി. അപ്പോൾ ആദ്യത്തെ കടയിൽ പോയി എനിക്കിഷ്ടമായില്ല, രണ്ടാമത്തെ കടയിൽ പോയി എനിക്കിഷ്ടമായില്ല, മൂന്നാമത്തെ കടയിൽ പോയി എനിക്കിഷ്ടമായില്ല. ലാസ്റ്റ് ഞാൻ ഒരു കടയിൽ നിന്ന് ചെരുപ്പ് മേടിച്ചിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ പോയിട്ടുണ്ടായിരുന്നത് എനിക്കൊരു വർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വർക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രെയിം എടുക്കാനായിരുന്നു. അങ്ങനെ നമ്മുടെ ഊട്ടുപാറയിലുള്ള വടക്കാഞ്ചേരിയിലുള്ള സയൻസ് സ്റ്റുഡിയോ എന്നായിരുന്നു ഫ്രെയിം എടുത്തിരുന്നത്. അങ്ങനെ അവിടുന്ന് ഒരു ഫ്രെയിം മേടിച്ചു, വേഗം അവിടെ നിന്ന് തന്നെ ഇറങ്ങി. അങ്ങനെ ഫ്രെയിമൊക്കെ മേടിച്ചിട്ട് പിന്നെ ഞാൻ അതിലേക്കുള്ള പ്രിൻ്റ് എടുക്കാനായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പ്രിൻ്റും എടുത്തു. പിന്നെ എനിക്കൊരു നമ്മുടെ പോളറൈഡ്സിൻ്റെ വർക്കും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പോളറൈഡ്സും പ്രിൻ്റും എടുത്ത് എല്ലാം എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് ഇന്നലെ ആയിരുന്നു കേട്ടോ. അതായത് ഇന്നിപ്പോൾ എൻ്റെ ഇൻറ്റേൺഷിപ്പിൻ്റെ ഫസ്റ്റ് ഡേ ദിവസമായിരുന്നു. അപ്പോൾ ഇന്നലെ അതിലേക്കുള്ള അസ്റ്ററിന് കൊടുക്കാനുള്ള ലെറ്ററും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ കഫേ പോയിട്ട് തന്നെ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഇൻറ്റേൺഷിപ്പിന് പോയതിൻ്റെ വീഡിയോ ഷോർട്സ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. അങ്ങനെ പ്രിന്റ് കിട്ടണ വരെ ഞങ്ങളവിടെ വെറുതെ ഇങ്ങനെ സ്നാപ്ചാറ്റിൽ ഇങ്ങനെ ഓരോ വീഡിയോസ് എടുത്തുകൊണ്ടിരുന്നു. കല്യാണം കഴിഞ്ഞ് ചെല്ലണ വീട്ടിൽ അവിടെ അടുത്തൊരു ഫ്രണ്ടിനെ കിട്ടാന്ന് പറയണത് ഏറ്റവും വലിയ ഭാഗ്യമാണ് കേട്ടോ. അങ്ങനെ എനിക്കൊരു 3 ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. അതിലൊരാളാണത്. ബാക്കി 2 പേര് ഞാൻ വഴിയെ പരിചയപ്പെടുത്തി തരാം. ഞാനും അവളാണ് കേട്ടോ കൂടുതലും പുറത്തേക്ക് വരാറ്. ബാക്കി 2 പേരും ജോലിക്ക് പോകുന്നവരാണ്. ഓൾറെഡി പരിപാടികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും എനിക്ക് അവൾക്കും നല്ല ദാഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു കടയിൽ നിന്ന് സർബത്ത് കുടിക്കാൻ കയറി. ഈ കടയിൽ നിന്നാണ് കേട്ടോ ഞാനും ഫയാസ്ക്കും മിക്കപ്പോഴും സർബത്ത് കുടിക്കാറ്. ഇവിടുത്തെ സർബത്ത് നല്ല ടേസ്റ്റാണ്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാനിങ്ങനെ സർബത്ത് ഉണ്ടാക്കണ വീഡിയോ എടുക്കുമ്പോൾ ആ ചേട്ടൻ പറഞ്ഞു വീഡിയോ എടുക്കാനാണോ എന്ന് ചോദിച്ചിട്ട് ആ ചേട്ടൻ്റെ ഫേസ് കാണിച്ചോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ആൾക്കും ഭയങ്കര സന്തോഷമായി, എനിക്ക് സന്തോഷമായി. രണ്ടാളും സർബത്തൊക്കെ കുടിച്ചു, ചിയേഴ്സൊക്കെ പറഞ്ഞിട്ടാണോ ഞങ്ങൾ കുടിച്ചത്, വെറുതെ ഒരു രസം. അങ്ങനെ അതൊക്കെ കുടിച്ചു കഴിഞ്ഞ് ഞങ്ങൾ കാശൊക്കെ കൊടുത്ത് അവിടുന്ന് വീണ്ടും ഇറങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് അവൾക്ക് വീണ്ടും വേറൊരു കടയ്ക്ക് പോകാനുണ്ടായിരുന്നു. അവളുടെ മോൻ്റെ ഒരു വണ്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കംപ്ലൈൻ്റ് ആയിട്ട് കൊടുത്തായിരുന്നു. അത് മേടിക്കാനായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. അതെന്തോ റിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. നാളെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് വീണ്ടും ഇറങ്ങി. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ആ കടയുടെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു, സാധനങ്ങളൊക്കെ. അവളത് ഉള്ളിൽ ചോദിക്കാൻ വേണ്ടി പോയിക്കണേരുന്നുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ഫ്രണ്ടൊക്കെ ഇങ്ങനെ വെറുതെ വീഡിയോ എടുത്തതാണ്. അവളുടെ അമ്മായിക്ക് എന്തോ 2-3 സാധനങ്ങൾ മേടിക്കാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് ഞങ്ങളിങ്ങനെ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ അമ്മായിയുടെ വീട്ടിലേക്ക് പോയതാണ്. അപ്പോൾ അവളുടെ മുറ്റം ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്തു. ആ മുറ്റത്ത് കൂടിയിട്ട് അവളിങ്ങനെ നടന്നു തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനതിങ്ങനെ വേഗം ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ അവൾ പറയാണ് നിൻ്റെ വീഡിയോയിൽ ഞാൻ തന്നെ ഉള്ളൂ, എന്നെ ഷൂട്ട് ചെയ്യാൻ നിൽക്കണ്ടെന്നൊക്കെ. പക്ഷെ ഞാനതെടുത്തു. അങ്ങനെ പർച്ചേസിങ് കഴിഞ്ഞിട്ട് അവൾ അവിടെ എന്നെ ഇറക്കി. അവളുടെ വീട്ടിലേക്ക് പോയി. പിന്നെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യണത് ഒരു 3-3:30 മണിയായപ്പോഴാണ്. ലായ്ക്കിനെ നഴ്സറിയിൽ നിന്ന് വിടാൻ ടൈമായി. അപ്പം ഞങ്ങൾ 2 പേരും കൂടിയിട്ട് വിളിക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ്. ഞാൻ പഴയ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ നഴ്സറി. അതുകൊണ്ട് വിളിക്കാനും കൊണ്ടുവരാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. അപ്പം ഞങ്ങളുടെ വരവും കാത്തിട്ട് അവിടെ ഇങ്ങനെ വാതിലിൻ്റെ അവിടെ ടീച്ചറും അവരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റായി. ബാഗൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വേഗം അകത്ത് കൂടി 2 പേരും. ഇതൊക്കെ അവരുടെ ഫ്രണ്ട്സാണ് കേട്ടോ. ഒരാൾ ദയാനും മറ്റേത് ആമിയാണ്. അങ്ങനെ 2 പേരും ബാഗൊക്കെ വേഗം എടുക്കുകയാണ്. ബാഗും വാട്ടർ ബോട്ടിലും എല്ലാം എടുത്തിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഒരാൾ ഇറങ്ങി അവിടെ പിന്നെ പിള്ളേരെല്ലാവരും ഇറങ്ങാൻ കേട്ടോ. അതാണ് ഫ്രണ്ടിൽ നിൽക്കുന്ന ടീച്ചർ. 2 പേരും ടീച്ചർ തന്നെയാണ്. പിന്നെ ഞാൻ ഉള്ളിൽ കയറിയിട്ട് ഇങ്ങനെ വീഡിയോസ് എടുത്തു. അപ്പോൾ ടീച്ചർ പറഞ്ഞു നാളെ വരുമ്പോൾ പൂച്ചക്കുട്ടീനെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ അപ്പോൾ ഞാൻ നഴ്സറി കയറിയിട്ട് ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഓരോ ദിവസം അവരുണ്ടാക്കിയ വർക്കുകളൊക്കെ ഞാനിങ്ങനെ വീഡിയോ എടുത്തു. പിന്നെ മെല്ലെ 2 ആളും കൂടി ഒറ്റയ്ക്ക് ഇങ്ങനെ ഇറങ്ങി. റോട്ടിൽ ഇറങ്ങിയതിനെ പിന്നെ അവർ ഒറ്റയ്ക്കാണ് കേട്ടോ. 2 പേരും കൈ പിടിച്ചിട്ട് അങ്ങനെ നടക്കും. പിന്നെ ഓടലായി അവിടുന്ന്. ഇതിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഭയങ്കരമായിട്ട് ഉണ്ടാകും. എനിക്ക് ഇന്ന് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നുള്ള നിർബന്ധത്തിൽ ഞാൻ രാത്രി ഇരുന്ന് തന്നെ വീഡിയോക്ക് വോയിസ് കൊടുക്കണേണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നേരെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു കടയുണ്ട്. അപ്പോൾ ആ കടയിൽ നിന്ന് 2 ആൾക്കും ബിസ്ക്കറ്റ് മേടിക്കാനായിട്ട് വന്നതാണ്. ഞാൻ ബിസ്ക്കറ്റ് മേടിക്കാനാണ് എൻ്റെ പ്ലാനെങ്കിലും എൻ്റെ മോനിക്ക് അതായിരുന്നല്ലോ, ഐസ്ക്രീം വേണം എന്നായിരുന്നു. പക്ഷെ ഒരുവിധം പറഞ്ഞ് പിന്നെ ബിസ്ക്കറ്റിൽ ഒതുക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ കപ്പലണ്ടി മിഠായി മേടിച്ചിട്ടോ. കപ്പലണ്ടി മിഠായി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് മേടിച്ചു. ഞാനും അവളും കൂടി കഴിച്ചു. പിന്നെ ഉമ്മാക്കും കൊടുത്തു കേട്ടോ.
അത് മേടിച്ച് അവളുടെ വീട്ടിലും ഞങ്ങളുടെ വീട്ടിലേക്കും വേണ്ടി പോയി കേട്ടോ. അപ്പോൾ അവൾ നേരെ പോയി, ഞങ്ങൾ അങ്ങോട്ട് പോയി. അപ്പോൾ ഞാനിങ്ങനെ നടന്നു വരുമ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കപ്പലണ്ടി മിഠായി വെച്ചിട്ട് വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. പക്ഷെ രസമായില്ല. അങ്ങനെ നേരെ വീട്ടിലേക്ക് നടന്നു. വീട്ടിൽ കയറിയിട്ട് പിന്നെ ഉമ്മാനോട് ബിസ്ക്കറ്റ് മേടിച്ച് കാര്യമൊക്കെ പറയണേണ് കേട്ടോ അവന്. പിന്നെ ഞാൻ രാത്രിയാണ് കേട്ടോ ഷൂട്ട് ചെയ്യണത്. പിന്നെ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പൂച്ചക്കുട്ടീനെ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ പിന്നെ അതുണ്ടാക്കാനായിട്ട് ഞാനിങ്ങനെ വീഡിയോ എടുത്തു. പക്ഷെ ഉണ്ടാക്കണതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുത്തത്. അപ്പോൾ പൂച്ചക്കുട്ടി ഉണ്ടാക്കിയ ഒരു സന്തോഷമാണ് കേട്ടോ ആ ഒരു മുഖത്ത് കാണുന്നത്. അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ ബാഗ് പാക്ക് ചെയ്യാനായിട്ടാണ് ഞാൻ പോയത്. എല്ലാം വെച്ചിട്ടുണ്ടോ എന്ന് നോക്കിയതാണ്. നാളെ മുതൽ പ്രാക്ടീസിന് പോകണേണല്ലോ. അപ്പോൾ പിന്നെ തലേന്ന് തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.